ദേവി ചോദിക്കാത്ത താമസമേ ഉള്ളൂ. കടം മേടിച്ചും വീട് പണയം വെച്ചും അപ്പച്ചൻ കാശ് കൊടുക്കും. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ മോനെ ഉള്ളത്? അപ്പനും അമ്മയില്ലാത്ത മക്കളല്ലേ? അപ്പനും അമ്മയും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരൊറ്റ മുണ്ട് ഷർട്ടും കൊണ്ടാണ് ഞാൻ നടന്നത്. ബിസിനസ്സിനാണെന്നും പറഞ്ഞ് ഇപ്പൊ 3000 ചോദിക്കുന്നുണ്ടല്ലോ. അതെന്നെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോ? എന്റെ മോനൊരു ഉപകാരം ചെയ്യണം. അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നീ ഒന്നും പറയരുത്. ഇങ്ങനെയാണ് കേട്ട് കളിക്കുന്നത്. കളി ഇനി എന്റെ കാശില്ല, ഞാൻ നിർത്തുക. നിക്കട ബേബി, ഞാനും വരുന്നു. വാ, നമുക്ക് ഇത്തിരി മിനുങ്ങാം. ദേവിയുടെ ഒരു യോഗം. കാശ് പോയെന്താ? കള്ളു പഠിച്ച ഒരാളുണ്ടല്ലോ. ആ, സൗന്ദര്യമുള്ള പെങ്ങന്മാരുണ്ടെങ്കിലേ അങ്ങനെയൊക്കെയാ. എന്റെ പെങ്ങളെ കുറിച്ച് നീ പോയാൽ നിന്നെ കൊല്ലുവിടാ. എന്തായത്? നീ ഇങ്ങനെ തല്ലും കുത്തുമായിട്ട് നടന്നാൽ മതി. നിന്റെ അപ്പുറം ആ തമ്പി എന്ത് പാവമായിരുന്നു. 2500 ഉള്ളൂ. സൂക്ഷിച്ച് ചെലവാക്കാൻ അവനോട് പറയണം. അവൻ അനാവശ്യം ഒന്നും കാണിക്കുകയില്ല. ആ. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഉം. കൊച്ചമ്മേ, മോനോ? ദേ, അല്ല മോനോ? പോയ കാര്യമൊക്കെ ശരിയായി. എന്ത് ബിസിനസ്സാ മോനെ? എന്തായാലും എന്താ കൊച്ചമ്മേ, നല്ല ലാഭമുള്ള ബിസിനസ്സാ. ആ വർത്തമാനമൊക്കെ പിന്നെ പറയാം. അവന് വല്ലതും കൊടുക്ക്. അവന് വിശക്കുന്നുണ്ടാവും. ഞാൻ കഴിച്ചതാ. അപ്പൊ ഇട്ടാ ഈ പെട്ടിനെ കൊണ്ട് ട്യൂട്ടോറിയലിൽ നിന്ന് വരികയായിരിക്കും. അതെ, കയ്യിലെന്താ പതിവില്ലാതൊരു വലിയ പുസ്തകം? തകഴിയുടെ ഏണിപ്പടികളാ. കൊള്ളാം. ഏണിപ്പടികൾ ചവിട്ടിക്കയറാൻ കൊള്ളാം. ചവിട്ടി ഇറങ്ങാനും ഏണിപ്പടികൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ ഇരുത്തിക്കളതല്ലോ. നോക്കട്ടെ. വീട്ടിൽ പോ.
നിന്റെ ഒരു പ്രേമലേഖനം പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലടാ. എടാ ഉണ്ണിയേ, എടാ എടാ എടാ, നീ വളർത്തുന്നമാരെല്ലാം തന്തയ്ക്ക് മുമ്പേ ജനിച്ചവരാണല്ലോടാ. എന്താ കുറിപ്പച്ച കാര്യം? നിന്റെ പുന്നാര മോനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ ഉണ്ടാകുന്ന കുറിപ്പച്ചൻ തന്നെ അങ്ങോട്ട് പറ. എന്റെ തറവാട്ടിൽ ആകെയുള്ള ഒരു ആന്തരിയ വിജയൻ, അവനെ ദൈവൻ തല്ലി നാശമാക്കി. ഇവനൊക്കെ എഴുന്നേറ്റ് നടക്കണേ ഞാൻ തന്ന കാശ് കൊണ്ട് കഞ്ഞി കുടിക്കട്ട. അതിന് നന്ദിയെങ്കിലും വേണ്ടേ ഈ പട്ടിക്കൊക്കെ? ഞാൻ എന്തിനാ അവളെ തല്ലിയതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇനി തല്ലല്ല കൊലയാണ് നടക്കാൻ പോകുന്നതെന്ന് തന്റെ പുന്നാരമോളെന്ന് പറഞ്ഞേക്ക്. ഇല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വേണ്ടി ഇറങ്ങി വരാൻ. നിന്റെ ബുക്കിനകത്ത് വിജയുടെ കത്ത് വെച്ച് തന്നില്ലേ? ഇപ്പൊ മനസ്സിലായോ കൊച്ചുമോന്റെ വിശേഷം? ചെറിയാനുണ്ടോ? നിങ്ങളാരാ? ഞാൻ ചന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ. ആ, ഡാഡി ഇവിടെ ഇല്ല, ക്യാമറ ഹാളിൽ കാണും. താങ്ക് യു. ഞാൻ മനുഷ്യൻ. എക്സ്ക്യൂസ് മീ സാർ, ചെറിയ സാറല്ലേ? ബേബി, അതെ. യു ആർ മിസ്റ്റർ ബേബി. കം ഓൺ. ഇരിക്കൂ. പേരെന്താന്ന് പറഞ്ഞേ? ബേബി. ആ മോളെ, ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ ആൾ. ഹലോ. ഹലോ. ആ, എന്തൊക്കെയുണ്ട് കൈ? ഇപ്പൊ വാച്ചും കോസ്മെറ്റിക്സും മാത്രമേ ഉള്ളൂ. സാറിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിച്ചേരാം. കളർ ടി വി ഉണ്ടോ? ഉണ്ട് സാർ. എത്ര വേണം? എന്താ വില? അത് നെഗോഷിയേറ്റ് ചെയ്യാം. സിംഗപ്പൂരിൽ നിന്ന് കുറച്ച് സ്വർണം വന്നിട്ടുണ്ട്. സാറിന് നോട്ടുണ്ടോ? കൊള്ളാം. സ്വർണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? ആ, ഇനി ഞാൻ വരട്ടെ സാർ. പിന്നെ കാണാം. ആ, സാധനങ്ങൾ എവിടെ ഡെലിവറി ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ. എക്സ്ക്യൂസ് മീ. യെസ്, ചെറിയൻ ഹിയർ. I see. Let the ship come, then we will decide. അപ്പോ നാളെ ഇവിടെ കൊണ്ടുവന്നാ മതി. അഡ്വാൻസ് വല്ലതും വേണം? ഒന്നും വേണ്ട സാർ. പഴമൊക്കെ പിന്നെ തന്നാൽ മതി. ഓക്കെ, see you. ഓക്കെ, താങ്ക് യു വെരി മച്ച്.